ക്ഷേമ പെൻഷൻ 2 ഗഡു കൂടി അനുവദിച്ച സംസ്ഥാന സർക്കാർ 1604 കോടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. വെള്ളിയാഴ്ച വിതരണം തുടങ്ങും. 62 ലക്ഷത്തോളം പേർക്ക് 3200 രൂപ വീതം ലഭിക്കും. അതേസമയം ബുധനാഴ്ചത്തെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും പണിമുടക്കിന് സംസ്ഥാന സർക്കാർ ഡയസ്നോൺ ഏർപ്പെടുത്തി. അവശ്യ സാഹചര്യങ്ങളിൽ ഒഴികെ അവധി നൽകരുതെന്ന ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ഷീജ, ആശ്വാസകരമായ വാർത്തയാണല്ലേ പെൻഷനുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും വർഷ ഏതായാലും കൃത്യമായ രീതിയിൽ തന്നെ സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം ഉറപ്പാക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യം മുതൽ ഒരു മാസം പോലും കുടിശ്ശികയില്ലാതെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. അതിനു മുൻപായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശിക വന്നിരുന്നു. ആ കുടിശ്ശികയുടെ ഒരു ഗഡുവും ഈ മാസത്തെ ജനുവരി മാസത്തെ പെൻഷനും ചേർത്ത് 2 ഗഡു വിതരണം ചെയ്യാനാണ് നിലവിലിപ്പോൾ ധനവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് 1604 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. ഏതായാലും 62 ലക്ഷത്തോളം പേർക്ക് ഈ വെള്ളിയാഴ്ച മുതൽ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ 3200 രൂപ വീതമായിരിക്കും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. അതിനൊപ്പം തന്നെ 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നേരിട്ട് തുകയെത്തുമ്പോൾ മറ്റുള്ളവർ സഹകരണ ബാങ്കുകൾ വഴി ജീവനക്കാർ വീട്ടിലെത്തി നേരിട്ടായിരിക്കും പെൻഷൻ കൈമാറുന്നത്. ഇത് ആ രീതിയിലാണ് സംസ്ഥാനത്ത് തുടർന്നു വരുന്നത്. ഏതായാലും നിലവിലിപ്പോൾ സംസ്ഥാനത്ത് പെൻഷൻ ലഭിക്കുന്ന ഈ 62 ലക്ഷം പേരിൽ 6.8 ലക്ഷം പേർക്ക് ശരാശരി ഒരു 200 മുതൽ 300 രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇത് 2023 നവംബർ മുതൽ കുടിശ്ശികയാണ്. ഇത് കേന്ദ്രവിഹിതം കേന്ദ്രം നൽകിയിട്ടില്ല. പക്ഷേ ആ തുക കൂടി സംസ്ഥാന സർക്കാർ തന്നെയാണ് ഇപ്പോൾ ഈ പെൻഷൻ വിതരണത്തിനൊപ്പം നൽകുന്നത്. അതുകൊണ്ട് ഏതൊക്കെ രീതിയിൽ കേന്ദ്രം ബുദ്ധിമുട്ടിച്ചാലും കൃത്യമായ രീതിയിൽ തന്നെ സംസ്ഥാനത്ത് പെൻഷന്റെ വിതരണം തുടരും എന്ന് തന്നെയാണ് ധനവകുപ്പ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. വർഷ. ശരി ഷീജ, കേന്ദ്രം ബുദ്ധിമുട്ടിലാക്കിയ സാഹചര്യത്തിലും ക്ഷേമ പെൻഷൻ വിതരണം അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്നുള്ളതാണ് വിവരങ്ങളാണ് ഷീജ നൽകിയത്.